നമ്മൾ പോവാണ്. യാത്ര കാറിൽ കയറിക്കാണ്ട് ബസ് കയറണത്. ഈ ബസ് ഇത് ഇലക്ട്രിക് ബസ്സാണ്. ഈ ബസ്സിൽ കയറിയിട്ടാണ് കിവ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് ഇലക്ട്രിക് ബസ്സാണ്. സീറ്റിൽ ഇത് ആകെ ഒരു ഇതേ ഉള്ളൂ. എന്നാൽ ഈ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കണം. നമുക്ക് തന്നെ കിട്ടുകയും ചെയ്ത് പിന്നെ ഈ സീറ്റ്. എന്നിട്ട് ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറുഗഞ്ചിലാണ്. പുറുഗഞ്ചിൽ നിന്നാണ് യാത്ര പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആയുഷ് വർഷമൊക്കെ ഉറങ്ങി. ബിനു ദീമ കളിച്ചുകൊണ്ട് മൊബൈൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കിവയൊക്കെ ഏറെക്കുറെ എത്താനായി. കിവയിലൊക്കെ എത്തുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ആയുഷ് വർഷമൊന്നും വന്നിട്ടില്ല. കിവയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കിവയ്ക്ക് ഇതാണ് കിവയിലെ ഇച്ചങ്കല എന്ന് പറയുന്ന ഒരു സൈറ്റ്. ഇതൊരു പുരാതനമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. വലിയ മതിലുകൾ കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഇച്ചങ്കല എന്നാണ് ഇതിന് പറയുക. ഇച്ചങ്കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റേർണൽ സിറ്റി എന്നാണ് അർത്ഥം. ഇതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ കുറേ താമസിക്കുന്ന വീടുകളും ഓഫീസുകളും മദ്രസകളും പള്ളികളും ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതൊരു പുരാതനമായിട്ടുള്ള ഒരു ഗ്രാമം, ഒരു നിർമ്മിതി എന്നുള്ള രീതിയിലാണ് ഇത്. യുനെസ്കോയുടെ ഒക്കെ പൈതൃക പട്ടികയിൽ കയറിയിട്ടുള്ളൊരു സ്ഥലമാണ് ഇച്ചങ്കല. ഇതൊരു മദ്രസയാണ്. ഒരു പ്രശസ്തമായിട്ടുള്ള മദ്രസയാണ് ആ കാലത്തുണ്ടായിരുന്ന മദ്രസ. ഇതിൻ്റെ ഒരു പഴക്കം പറയുകയാണെന്നിട്ട് 5-ാം നൂറ്റാണ്ട് മുതൽ ഇവിടുത്തെ നിർമ്മാണത്തിൻ്റെ രേഖകളുണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതായത് ആ കാലഘട്ടം മുതൽ ഇവിടെ എന്താ പറയുക മനുഷ്യവംശം ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിൽ അതിൻ്റെ പല കെട്ടിട നിർമ്മാണങ്ങളുടെയും അവശിഷ്ടങ്ങളുള്ള ശേഷിപ്പിൽ നിന്ന് മനസ്സിലാക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഗൂഗിളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുക. ഇതേപോലത്തെ വണ്ടി ഉണ്ട്. ഒക്കെ ഈ ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ബിൽഡിങ്ങുകളാണ്. ഈ മദ്രസയാണെന്നുണ്ടെങ്കിലും ഈ കാണുന്ന ഇതൊക്കെ വീടുകളൊക്കെയാണ്. താമസിക്കുന്ന വീടുകളും ഒക്കെ ഇപ്പോഴും താമസിക്കുന്നതുമാണ് പലതും. ചിലത് പലരും വാങ്ങി വെച്ചു എന്നല്ലാതെ ഉപയോഗിക്കുന്നില്ല. ടൂറിസ്റ്റുകളൊക്കെ കുറേ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഇച്ചങ്കല. ഇതിൻ്റെ കിവയിൽ തന്നെ അതിൻ്റെ പുറത്തുള്ള, അതായത് ഈ ചുറ്റുമതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 10 മീറ്ററോളം ഉയരമുള്ള ഒരു മതിലാണ്. അതിൻ്റെ മുകളിൽ 8 മീറ്ററോളം വീതിയുണ്ട്. അതിൻ്റെ മുകളിലൂടെ നടക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ നല്ല വൃത്തിയുണ്ട്. നല്ല ഈ കല്ലും ഇതൊക്കെ മാർബിളും ഇതൊക്കെ പാകിയിട്ടുള്ള ഇതൊക്കെ ശരിക്കും വൃത്തിയാക്കി കൊണ്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലം മുതലാണ് ഇത് ഈ പറഞ്ഞ രീതിയിൽ സംരക്ഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഒരു 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളുടെ കൺസ്ട്രക്ഷനൊക്കെ നടന്നിട്ടുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ എന്നൊക്കെ ഗൂഗിളിൽ നോക്കിയപ്പോൾ കാണുന്നുണ്ട്. 16-17 നൂറ്റാണ്ടിലൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ്. ഇതിലിങ്ങനെ നടക്കണം. ഇങ്ങനെ കുറേ അല്ലെങ്കിൽ നേരത്തെ കണ്ട ഇലക്ട്രിക് വണ്ടിയിൽ കയറിക്കാണ്ട് നമുക്കിങ്ങനെ പോകാം. ഇതിൻ്റെ അതായത് ഞാൻ പറഞ്ഞില്ല 5-ാം നൂറ്റാണ്ട് മുതൽ ഇതിൻ്റെ ഒരു ചരിത്ര അവശേഷിപ്പുകളൊക്കെ ഇതിൻ്റെ മതിലിൻ്റെ പല ഭാഗങ്ങളും. ഇതിൻ്റെ ഈ ചുറ്റുമതിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഈ ഗ്രാമം കിടക്കുന്നത്. അത് ചുറ്റും മതിലാണ്. അതും ഈ പറഞ്ഞ ഈ കളിമണ്ണുകൾ കൊണ്ടും മറ്റുമൊക്കെ നിർമ്മിച്ചാണ്. കുറേ ഇതേപോലെയുള്ള മിനാറാത്തുകളും കൊണ്ട് കുറേ മിനാരങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കുറേ കാണാനുണ്ട്. ഉള്ളിലേക്ക് വാഹനങ്ങൾ കാറുകൾ കയറി ഇറങ്ങും. അതായത് ഇച്ചങ്കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ സിറ്റി ഞാൻ പറഞ്ഞില്ലേ. ഇതിൻ്റെ പുറത്തുള്ള ഭാഗത്തിന് കിവ പറയാം ദക്ഷങ്കല എന്ന് പറയും. അതായത് ഇച്ചങ്കല ദക്ഷങ്കല, അതായത് ഇന്റേണൽ സിറ്റി എക്സ്റ്റേണൽ സിറ്റി എന്നുള്ളതാണ്. കണ്ടോ ഈ മിനാറോ ഒക്കെ ഇതൊക്കെ ഓരോ പേര്, എനിക്കതിൻ്റെ പേരറിയില്ല കേട്ടോ. ഓരോ മിനാറത്തിന് ഓരോ പേരുണ്ട്. ഇതിന് ഈ ചുറ്റുമതിലിന് 4 ഗേറ്റാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ അവിടെയുള്ള ഒരു ഈ പറഞ്ഞ ഉസ്ബാക്കിയൻ സ്ത്രീകൾ അവരുടെ സമൂസ ഉണ്ടാക്കുകയാണ്. സംസ എന്ന് അവർ പറയാം. ഇത് ഈ തന്തൂർ അടുപ്പിൽ വെച്ച് ചൂടാക്കി ഉണ്ടാക്കുന്നതാണ്. അത് ഇവിടെ വെച്ച് ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടി ടൂറിസ്റ്റുകൾക്ക് വിൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉള്ളത് കുറേ മ്യൂസിയങ്ങളാണ്. ഇത് ഒരു മ്യൂസിയമാണ്. അങ്ങനെ പല പല മ്യൂസിയങ്ങൾ പല ഇതിലുണ്ട്. ഇതൊരു കവാടമാണ്. അങ്ങനെ കുറേ ഇതിന് 4 കവാടങ്ങളാണുള്ളത്. ഈ 4 കവാടം ഇപ്പോൾ ആയുഷുണ്ടേനി അർഷും ഓലൊക്കെ ഈ കുട്ടികളൊക്കെ ഞങ്ങളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചോദിച്ച് ഞങ്ങളെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റുഡൻസാണ്. ഈ പെരുന്നാളിൻ്റെ ലീവൊക്കെ ആയതുകൊണ്ട് വന്നതാണ്. അപ്പോൾ വളരെ പരിചയപ്പെട്ട ഉസ്ബാക്കിലുള്ള ആളുകൾ തന്നെയാണ്.
പിന്നെ അവർക്ക് നമ്മളോടൊക്കെ ഒരു മതിപ്പാണ്. ഇന്ത്യൻസാണ്. അത് പുറത്തുള്ള ആളുകളെ കാണുമ്പോഴുള്ള ഒരു ഇതാണ്. അധികം ആളുകളൊന്നും വരാത്തതുകൊണ്ടൊക്കെ കാര്യം. ഇത് മറ്റൊരു പിന്നെ മ്യൂസിയമാണ്, ഒരു പള്ളി ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഇതേപോലത്തെ വണ്ടിയിൽ നമുക്കിങ്ങനെ ചുറ്റും കറങ്ങി നടന്ന് കാണാം. ഏറെക്കുറെ ഇത് പറയുന്നത് 27 ഹെക്ടറിൽ വ്യാപിച്ച് കിടക്കുന്നൊരു സ്ഥലമാണിത്. പിന്നെ 27-30 ഹെക്ടർ പിന്നെ ഈ മൊത്തം സ്ഥലമുണ്ട്. ഇപ്പോൾ പിന്നെയും കുറേ നിർമ്മാണങ്ങൾ പിന്നീട് ഈ 19th സെഞ്ച്വറിയിലൊക്കെ പിന്നെയും കുറേ റിസോർട്ടുകൾ പോലെയുള്ള അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പോലെയുള്ളതൊക്കെ നിർമ്മാണങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. പിന്നെ ഇവിടുന്ന് പിന്നെ അവിടെ ഈ സുവനിയറായിട്ട് വിൽക്കാൻ വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെയാണ്. ഉസ്ബെക്കിയൻ തനതായ ശൈലിയിലുള്ള കുറേ ഇവരുടെ പാത്രങ്ങളും കാര്യങ്ങളും. ഈ ഒരു ശൈലി ഈ ഇതെല്ലോ ഇതിലും കാണും കേട്ടോ. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ട പിന്നെ ഈ സുവനിയറായിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വർഷമൊക്കെ അർഷും കാന്തമാണം പറഞ്ഞുകാണ്ട് ഈ എന്താ പറയുക ഇതിൻ്റെ ഒപ്പം കൂടെ മാഗ്നറ്റ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇന്ന് ഇപ്പോൾ എന്താ പറയുക താരതമ്യേന എന്തുണ്ട് തിരക്ക് കൂടുതൽ. സാധാരണ ഇത്ര തിരക്ക് ഉണ്ടാവില്ല. ആളുകളെ ഇങ്ങനെ സുവനിയറായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ വിൽക്കാനൊക്കെ വേണ്ടിയാണ്ട്. അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ബിൽഡിങ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മ്യൂസിയമാണ് കേട്ടോ. അതിൽ ഓരോ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറയും. ഇതിൻ്റെ ബന്ധപ്പെട്ട ചരിത്രമൊന്നും അധികം പഠിച്ചിട്ടല്ല ഞാൻ പോയത്. അപ്പോൾ ഉള്ളിലേക്കൊന്നും കയറി കണ്ട് മ്യൂസിയത്തിൽ അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും ഷൂട്ട് എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല അതിൻ്റെ പുറത്തുകൂടെ. ഇത് പിന്നെ ഒരു മക്ബറയാണ്. ഇത് മക്ബറയല്ല, ഇത് ഒരു പള്ളിയാണ്. ഇപ്പോൾ ഈ പള്ളിയായിട്ട് ഇത് പ്രവർത്തിക്കണമെന്നില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ടൂറിസ്റ്റുകൾ വന്ന് പോകുന്ന ഒരു വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ ഇഷ്ടംപോലെ കല്യാണ ഫോട്ടോഷൂട്ട്, അതായത് ഈ കീവ ഉറുഗഞ്ച് പരിസരങ്ങളിൽ നിന്നൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇങ്ങോട്ട് വരും. ഇച്ചങ്കലിക്ക് വന്ന് കാണ്ടാണ് ഇവരുടെ ഫോട്ടോഷൂട്ടുകളൊക്കെ. ചില ദിവസങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാകും. ചില വെള്ളിയാഴ്ചയൊക്കെ കാണാം കൂടുതലും ഇഷ്ടംപോലെ പുതിയ ആപ്പിളും വന്ന് കാണ്ട് അവരുടെ ടീമൊക്കെ വന്ന് കാണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഇതാണ്. ഇത് ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു തനതായ ശൈലിയിലുള്ള ഇതാണ് എന്നുള്ളത്. പക്ഷെ അവരുടെ ആധുനികമായ രീതി ഇങ്ങനെയല്ല. പക്ഷേ മുമ്പേ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ ശൈലിയിലായിരുന്നു എന്നുള്ളതാണ്. ഇതൊരു സിൽക്ക് റോഡ് എന്ന് പറയുന്ന ഒരു വ്യാപാര റൂട്ടിനെ കുറിച്ച് അതിൻ്റെ ഒരു ഓർമ്മയ്ക്കും വേണ്ടി കണ്ടു വെച്ചിട്ടുള്ള ഒരു ഈ ഒട്ടകപ്പുറത്തുള്ള ഇതിങ്ങനായിട്ട്. അത് സമർക്കന്ദിലാണ് സിൽക്ക് റോഡ് ഉള്ളത്. പക്ഷേ അതിൻ്റെ ഒരു തൊപ്പികൾ പലതരത്തിലുള്ള ഇവിടെ അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ കുറേ തരം തൊപ്പികളുണ്ട് കേട്ടോ. ഈ മിഡിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക തൊപ്പികളും ഒക്കെ ഉണ്ട്. സുവനീറുകൾ, അവരുടെ വുളൻ ക്ലോത്തുകൾ കാര്യങ്ങളും ഒക്കെ വിൽക്കാൻ വേണ്ടി കണ്ട് വെച്ചിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞത് ഇതാണ്. ഈ പ്ലേറ്റ് ഇത് ഇവരുടെ ഒരു എന്താ പറയുക ഒരു ഉസ്ബെക്കിയൻ ടച്ച് കൊടുക്കുന്ന ഒരു ശൈലി ഇതാണ്, ഒരു ഡിസൈൻ ഇതാണ്. ഈ ഡിസൈന് എല്ലാ സാധനത്തുമ്മലും കാണാം. ടൈലുമേലാണെന്നുണ്ടെങ്കിലും പ്ലേറ്റുമേലാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ശൈലി ഇത് കണ്ടാൽ മനസ്സിലാക്കുക ഉസ്ബെക്കിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നുകൊണ്ടാണ് കാണുന്നത്. ഈ എന്താ പറയുക കല്ല് പാകിയ ഈപ്പ് അതിലൂടെ ഇങ്ങനെ നടന്ന് കുറേ ഇങ്ങനെ അതിനൊരു ഓർഡറിലേ ഇതാക്കേണ്ടി അറിഞ്ഞിട്ടൊന്നുമല്ല. അങ്ങനെ കാണുന്ന വഴികളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ പോയിക്കാണ്ട് അതിൻ്റെ കാര്യമായി ഈ പറഞ്ഞിട്ടില്ല ഒരു ഗ്രാമത്തിലൂടെ നടക്കുന്നത് നല്ല വൃത്തിയുണ്ട് എന്നുള്ളതാണ്. ഒക്കെ ഈ പറഞ്ഞ നിർമ്മാണങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഈ ചുടുകട്ട ഉപയോഗിച്ച് കണ്ടാണ് ഒക്കെ ഒന്നും തേച്ച് പെയിൻ്റ് അടിക്കുക അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വൃത്തിയായിട്ട്. മെയിൻ്റെനൻസ് തുടങ്ങിയ തന്നെ ഈ 19ാം നൂറ്റാണ്ട് മുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ 1967 ശേഷമൊക്കെയാണ് ഇത് യുനെസ്കോയുടെ പട്ടികയിലൊക്കെ കയറുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടുതൽ എന്താ പറയുക മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടത്തിക്കാണ്ട് ആ ഒരു തനതായ ശൈലി നിലനിർത്തിക്കാണ്ട് തന്നെയാണ്. മുന്നിൽ കാണുന്നത് മറ്റൊരു പള്ളി, അതിൻ്റെ മിനാരും ഇതൊക്കെ കാണാം. പിന്നെ
ഈ പള്ളിയുടെ മുറ്റത്തായിട്ടും ഇതൊക്കെ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പള്ളി മദ്രസ കാര്യമായിട്ടും പള്ളി മദ്രസ പാലസ് മ്യൂസിയം ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഗ്രാമത്തിലുള്ളത്, ഉച്ചങ്കലയിൽ ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ നടന്നുകാണ്ട് ഇങ്ങനെ കാണുക, ഫോട്ടോ എടുക്കുക, അതായത് ഒരു ഉസ്ബെക്കിൻ്റെ ഒരു പുരാതനമായ രീതിയിൽ നമുക്ക് കാണാനും എന്താ പറയുക ആ ഒരു രീതിയിൽ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലവും, പിന്നെ ചരിത്രം പഠിക്കുന്നവർക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞില്ല 5-ാം നൂറ്റാണ്ട് മുതലുള്ള ജീവിത ചരിത്രം ഈ ഗ്രാമത്തിലുണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഒരു കിണറുണ്ട് ഇവിടെ, ആ കിണറൊക്കെ പറയുന്നത് നൂഹ് നബിയുടെ മകനായ സാമൻ കുത്തിയിട്ടുള്ള, അതായത് കുഴിച്ചിട്ടുള്ള കിണറാണ് ആ കിണർ എന്നുള്ളതും, അതിൻ്റെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് കുഴിച്ചിട്ടുള്ള എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചരിത്രമുണ്ട്. ഒരു കിണറുണ്ട്, ഒരു കിണറൊക്കെ ആ കാലഘട്ടത്തിലുള്ള ഉണ്ടാക്കിയ നൂഹ് നബിയുടെ കാലത്ത് കുഴിച്ച കിണറാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത കുറിച്ച് കണ്ട് പറയുന്നുണ്ട്. അതായത് നമ്മളെ നബി പ്രവാചകൻ പിന്നെ മദീന പള്ളി ഉണ്ടാക്കാൻ വേണ്ടി മണ്ണ് ഇവിടുന്ന് കൊണ്ടുവരുന്നത് പോലെ, ഇതൊരു പഹൽവാൻ മഹ്മൂദ് എന്ന് പറയുന്ന ഒരു പിന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ്. അതായത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കണ്ടൊക്കെ അദ്ദേഹത്തിനൊരു പിന്നെ ചരിത്രമുണ്ട്. എന്താണ് കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്തായാലും ഒരു ആധുനികമായിട്ടുള്ളൊരു പോയറ്റ് തന്നെയാണ്. ഒരുപാട് കവിതകളും മറ്റുമൊക്കെ ഇസ്ലാമികമായ പിന്നെ എന്താ പറയുക ഇതൊക്കെ എഴുതിയിട്ടുള്ള ഒരു ആളാണ്. ഒരു വലിയ ഒരു പോരാളിയും കൂടിയാണ്. എന്തൊക്കെയൊക്കെ ഉണ്ട്. പിന്നെ അയാളെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ഞാൻ വായിച്ച് പഠിച്ചിട്ടില്ല. അയാളുടെ മക്ബറയാണ്. അപ്പോൾ മക്ബറയൊക്കെ കയറാൻ ഇതിന് മുമ്പ് ഞാൻ കയറിയതാണ്. ഇപ്പോൾ കയറാൻ കൂടുതൽ പൈസ, ടൂറിസ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ടൂറിസ്റ്റിന് ഒരു പൈസ അല്ലാത്തവർക്കൊരു പൈസയൊക്കെയാണ്. സത്യത്തിൽ ഞാൻ ടൂറിസ്റ്റ് അല്ലാത്തത് കൊണ്ട് അതിൻ്റെ എന്താണ്ടോ ഒരു പിന്നെ പുതിയ ഫോട്ടോ എടുക്കാൻ വന്ന് കണ്ട് ഒരു ഫോട്ടോഷൂട്ടിനുമായി വന്ന ടീമാണ്. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഈ ഓരങ്ങളിലൊക്കെ കച്ചവടക്കാർ ഇങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പെരുന്നാളൊക്കെ ആയതുകൊണ്ടെന്ന് തോന്നുന്നുണ്ട്, ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു ആളുകളുടെ ബാഹുല്യം ഇതിങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു എന്താ ഒരു ഐസൊലേറ്റഡ് ഏരിയ കണ്ടാണ് സാധാരണ ഇതിൻ്റെ മുമ്പ് ഞാൻ പോയപ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ തന്നെ കാര്യമായിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഒരു ക്രൗഡൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു ക്രൗഡൊന്നും സാധാരണ ഇത് പെരുന്നാളിൻ്റെ ഒഴിവൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആളുകൾ, കൂടുതലും ഉസ്ബെക്കിസ്ഥാനിലുള്ള ആളുകൾ, മറ്റ് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് ഉള്ളത്. പിന്നെ വിദേശികളായിട്ടുള്ള കുറച്ച് ആളുകളെയൊക്കെ കണ്ടു. പിന്നെ ഇവിടെയൊക്കെ വന്നിട്ട് ഇതും എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പിന്നെ മദ്രസയാണ്. മെയിനായിട്ട് മദ്രസയായിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ അങ്ങനെ മദ്രസയല്ല. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ അങ്ങനെ മദ്രസ സിസ്റ്റം കാര്യങ്ങളൊന്നുമില്ല, മതപഠനശാലകളൊന്നും അങ്ങനെ ഇല്ലട്ടുണ്ട്. വളരെ എന്താ പറയുക എണ്ണപ്പെട്ടത് മാത്രം ആണുള്ളത്. നമ്മളെ നാട്ടിലൊന്നുള്ള മാതിരിക്ക് മദ്രസകളും കാര്യങ്ങളൊന്നുമില്ല. സുവനീഴ്സ് എല്ലായിടത്തും വിൽക്കാനൊക്കെ ഉണ്ട്. ഇതൊരു പിന്നെ ഖബർസ്ഥാനാണ്, ആ പള്ളിയുടെ ഖബർസ്ഥാനാണിത്. ഇതിൻ്റെ ഉള്ള ഇവിടെ പിന്നെ മരണപ്പെട്ടുള്ള ആളുകളുടെ ഖബറുകളാണിത്. ഇങ്ങനെ ഈ കെട്ടിപ്പൊക്കി കാണുന്നതൊക്കെ ഇതൊക്കെ ഓരോ ഖബറുകളാണ്. ഇപ്പം ഇവിടെ ഖബറടക്കിയൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ ഖബറടക്കിയിട്ടുള്ള ആളുകളുടെ ഖബർസ്ഥാനാണിത്. പിന്നെ അപ്പോൾ ഇതിലിങ്ങനെ നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന്. പിന്നെ എന്താ പറയുക, ഇതിലിങ്ങനെ നടക്കുക നല്ല ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നടക്കാനും പോകാനും ഒക്കെ ഒരു സുഖമുണ്ട്. മറ്റേ ഇതിൻ്റെ മുമ്പ് ഞാൻ അങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ എന്താ പറയുക നല്ല തണുപ്പുള്ളതുകൊണ്ട് ഇങ്ങനെ കോട്ടിൻ്റെ ഉള്ളിൽ കയറ്റി നടക്കേണ്ടിയിരുന്നു. ഓരോ ഇടവഴികൾ പിന്നെ എല്ലാം ഏറെക്കുറെ അത്ര ഇടുങ്ങിയതാണോ എന്ന് തോന്നില്ല. ഇങ്ങനായിട്ട് വണ്ടിയൊക്കെ പോകും. പിന്നെ ആളുകളുടെ ഒരു ബാഹുല്യപ്പില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടിയിൽ നമുക്ക് പോകാം. ഈ എന്താ പറയുക ഇങ്ങനെ കല്ല് പാകിയ സ്ഥലങ്ങളും പിന്നെ അങ്ങനെ ചെറിയ ഇടവഴികളും അതുമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക വൃത്തിയുള്ളത് കൊണ്ട് തന്നെ നടക്കാനും പോകാനും ഇതിനൊക്കെ മറ്റ് സ്മെല്ലോ അല്ലെങ്കിൽ വേസ്റ്റ് ഇട്ട് കണ്ട് പിന്നെ വൃത്തികേടാക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു വലിയ ഒരു കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചരിത്രം കൂടെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജീവിതം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഒരു കാലഘട്ടം 5-ാം നൂറ്റാണ്ട് മുതലൊക്കെ ഉള്ള ഒരു ഇതെന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇവിടുത്തെ മണ്ണിന് ഇത്ര പ്രത്യേകത, എന്തുകൊണ്ടാണ് ഇവിടുത്തെ പിന്നെ വെള്ളത്തിന് ഇത്ര രുചി എന്നുള്ളതൊന്നും അറിയില്ല. സ്പെയിൻ എന്നുള്ള ടീം. പിന്നെ ഈ പിന്നെ എന്താ പറയുക ഇച്ചങ്കലയുടെ ഉള്ളിൽ ഇപ്പം കുറേ ചില ഓഫീസുകളും ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ചില ചെറിയ കഫ്റ്റീരിയകളുണ്ട്. അത് ഈ ടൂറിസ്റ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പം. അല്ലാതെ ഏറെക്കുറെ 2000-ഓളം ആളുകൾ ഇപ്പോൾ ഇവിടെ നിത്യ താമസക്കാരാണ് എന്നുള്ളതാണ്. 300-ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഗൂഗിളിൽ കിട്ടിയത്. അതായത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ താമസയോഗ്യമായുള്ള വീടുകളൊക്കെയാണ്. പിന്നെ ഈ കാണുന്ന ഈ മതിലിട്ട് ഇങ്ങനെയുള്ള ഈ മതിലാണ് ചുറ്റുള്ളത്. ഏറെക്കുറെ 10 മീറ്റർ 8 to 10 മീറ്റർ വരെ ഉയരവും അതിൻ്റെ മുകളിൽ 6 to 8 മീറ്റർ വീതിയുണ്ട്. അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കുക ആ മതിലുണ്ട്. ഇങ്ങനെ ഈ മതിലാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് ഇച്ചങ്കല ഇൻറ്റേർണൽ സിറ്റി എന്ന് പറയുന്ന 30ഓളം ഹെക്ടറിൽ വ്യാപിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ് ഇച്ചങ്കല എന്ന് പറയുന്നത്. ഇതിൻ്റെ ഞാനാണ് എന്നെ കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു അവസാന ഭാഗം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഒരു ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കാം. എന്നെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ കാണുക, ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കുക എന്നുള്ളതാണ്. ഇതേപോലെ ഒരുപാട് മിനാറാത്തുകളൊക്കെ കണ്ട് ഇച്ചങ്കലയിൽ നിന്ന് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇപ്പം ഞങ്ങൾ ദക്ഷങ്കലയാണ്, പുറത്താണ്.